കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട്. പലർക്കും ഇതെന്താണെന്നതിൽ കൃത്യമായ ധാരണകളുണ്ടാകില്ല. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ധനകാര്യ ബില്ലായ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത്. രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അറിയാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണിതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതി നടപടി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായ്, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ 5 അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു വിധി പുറപ്പെടുവിച്ചത്. തികച്ചും ഭരണഘടന വിരുദ്ധമായ ഒരു സംവിധാനത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നിലപാടെടുത്തത് CPIM മാത്രമാണെന്നതാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഏക പ്രതീക്ഷ. CPM സ്വീകരിച്ച നട്ടലുള്ള നിലപാട് ഇൻസൈറ്റ് വിലയിരുത്തുന്നു. ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നതോ ഇലക്ട്രൽ ബോണ്ട്? കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം. ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും സംഭാവന നൽകാനാവും. ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടതില്ല. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 29A വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയൂ. അവസാനം നടന്ന പൊതു തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ 1% വോട്ടെങ്കിലും നേടിയിരിക്കണം എന്നതാണ് വ്യവസ്ഥ. സംഭാവന സ്വീകരിക്കുന്ന അക്കൗണ്ട് അതിനായി മാത്രമുള്ളതായിരിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കണമെന്നും നിബന്ധനയുണ്ട്. സമീപകാലത്ത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം എന്നീ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രൽ ബോണ്ട് വിൽപ്പനയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. 2017-23 കാലഘട്ടത്തിൽ 6566 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനാകട്ടെ 1123 കോടിയും, തൃണമൂൽ കോൺഗ്രസിന് 1092 കോടി, DMK 696, BRS 386, YSR കോൺഗ്രസ് 382, TDP 146 കോടി എന്നിങ്ങനെയാണ് സമാഹരിച്ചത്. ശിവസേനയ്ക്ക് 101 കോടിയും ആം ആദ്മിക്ക് 96 കോടിയും ലഭിച്ചു. ഇവിടെയാണ് CPM സ്വീകരിച്ച നിലപാട് ചർച്ചയാകേണ്ടത്. വളരെ പ്രാദേശികവും ഈ അടുത്ത കാലത്തായി പൊട്ടിമുളച്ചതുമായ പാർട്ടികൾക്ക് വരെ 100 കോടി വരെ ലഭിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭാവന ആവശ്യമില്ലെന്ന നിലപാടുമായി CPIM രംഗത്ത് വരുന്നത്. നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് എന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടിനെതിരെ കോടതിയെ സമീപിച്ച് നിയമയുദ്ധത്തിനും CPM മുൻകൈയെടുത്തു. ഇതാണ് ശരിയായ രാഷ്ട്രീയ നിലപാട്. കഴിഞ്ഞ സാമ്പത്തിക വർഷമാകട്ടെ സംഭാവനയായി ഇലക്ട്രൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭരണകക്ഷിയായ BJPക്ക് തന്നെയാണ്. 2022-23 1300 കോടി രൂപയാണ് BJP സംഭാവന പിരിച്ചത്. കോൺഗ്രസിന് കിട്ടിയതിൻ്റെ 7 ഇരട്ടി തുകയാണിത്. BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കിട്ടിയ തുകയിൽ തെരഞ്ഞെടുപ്പിനായി മാത്രം 1092 കോടി രൂപ BJP ചെലവഴിച്ചു എന്ന് കണക്കുകളിൽ വ്യക്തമാണ്. പരസ്യം നൽകാനായി 432 കോടി രൂപയും പത്രസമ്മേളനം നടത്താനായി മാത്രമായി 71 കോടി രൂപയും ചെലവഴിച്ചു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയേറെ പണം തെരഞ്ഞെടുപ്പിനും പരസ്യത്തിനും മാത്രമേ ചെലവഴിച്ചു എന്ന് പറയുന്നിടത്താണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് സംശയം ബാക്കിയാവുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സാമ്പത്തിക ലാഭം വേണ്ടെന്ന് വയ്ക്കാൻ CPM തയ്യാറായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അന്തസ്സത്തിൽ നിന്നുകൊണ്ട് തീരുമാനമെടുത്തു എന്ന് വിലയിരുത്താം. ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികൾക്ക് കണക്കിൽപ്പെടാത്ത വൻതുക സംഭാവന നൽകുമ്പോൾ അതിനനുസൃതമായ രാഷ്ട്രീയ അനുകൂല തീരുമാനമാണ് വൻകിട കോർപ്പറേറ്റുകൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിൽ സംഭാവന നൽകി കാര്യസാധ്യം നേടിയെടുക്കുന്ന കോർപ്പറേറ്റുകളുടെ
താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി വിധി. അതിൽ CPM ഭാഗമായി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നിയമ ഭേദഗതി റദ്ദാക്കപ്പെടുമ്പോൾ പ്രസക്തമാകുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയുടെ കണക്കുകൾ കൂടിയാണ്. SBIയിൽ നിന്ന് വിറ്റുപോയ ബോണ്ടുകളിൽ 94% ആകെ മൂല്യത്തിൽ 1 കോടിയുടേതാണെന്ന് ചരിത്രപ്രധാന വിധിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കുന്നു. ബോണ്ടുകളുടെ സിംഹഭാഗവും വാങ്ങിയത് കോർപ്പറേറ്റുകളാണ് എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഈ കണക്കുകൾ. ബോണ്ടുകൾ വഴി അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിച്ച സംഭാവനയിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ആര് സംഭാവന നൽകുന്നു എന്നറിയാനുള്ള അവകാശം രാജ്യത്തെ പൗരന്മാർക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണ്ട് സൂട്ട് കേസിലാണ് പണം എത്തിച്ചിരുന്നെങ്കിൽ പിന്നീട് ഇലക്ട്രൽ ബോണ്ടെന്ന അംഗീകൃത സംവിധാനമായി. ഇപ്പോഴാകട്ടെ ഇലക്ട്രൽ ബോണ്ടുകൾക്കും വിരാമമായി. ഇതൊരു തിരിച്ചറിവാണ്. ജനാധിപത്യം കൂടുതൽ ശക്തവും സുതാര്യവുമാകട്ടെ, അതിനുള്ള നിലപാട് സ്വീകരിക്കുകയല്ലേ നാം ചെയ്യേണ്ടത്? ഇൻസൈറ്റിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.